ഉറക്കമില്ലായ്മയുണ്ടോ? ഈ പ്രശ്നങ്ങൾ നിങ്ങളെ തേടി വരും. ഹായ്, ഹെൽത്തി കേരളയിലേക്ക് സ്വാഗതം. സുഖമായി ഉറങ്ങാൻ ആഗ്രഹിക്കാത്തവർ ഉണ്ടാവില്ല. ഇന്നത്തെ ഉറക്കം നാളത്തെ ദിവസത്തേക്കുള്ള ഊർജമാണ്. നിത്യവും 6 മണിക്കൂറെങ്കിലും ഉറങ്ങണമെന്നാണ് കണക്ക്. ഉറക്കത്തിൽ കൃത്യത പാലിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ഭാവിയിൽ നിങ്ങളുടെ ആരോഗ്യത്തെ വളരെ ദോഷകരമായി ബാധിച്ചേക്കാം. നല്ല ഉറക്കത്തിന് കൃത്യമായി ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അവ എന്തെല്ലാമാണെന്നറിയാൻ ഈ വീഡിയോ കാണാം. ഹൃദ്രോഗത്തിനുള്ള സാധ്യത മുതൽ ആർത്രൈറ്റിസ്, പൊണ്ണത്തടി, രക്തസമ്മർദ്ദം, വിഷാദം, തലച്ചോറിന്റെ പ്രവർത്തനങ്ങൾക്കുണ്ടാവുന്ന തകരാറുകൾ, ശ്രദ്ധക്കുറവ് തുടങ്ങിയവ മാനസിക ശാരീരിക രോഗാവസ്ഥയിലേക്ക് നയിക്കാം. ഉറങ്ങുന്നതിനും ഉണരുന്നതിനും കൃത്യമായ സമയം പാലിക്കുക. ദിവസവും 7 മുതൽ 8 മണിക്കൂർ ഉറക്കം ഉറപ്പുവരുത്തുക. ഉറങ്ങുന്ന മുറി നിശബ്ദവും ഇരുണ്ടതും തണുപ്പുള്ളതുമാണെന്ന് ഉറപ്പുവരുത്തുക. വൈകുന്നേരങ്ങളിലെ ചായയും കാപ്പിയും ഒഴിവാക്കുക. കട്ടിലിൽ കിടന്ന് ഭക്ഷണം കഴിക്കുകയോ മൊബൈൽ ഫോൺ ഉപയോഗിക്കുകയോ വ്യായാമം ചെയ്യുകയോ ചെയ്യരുത്. ഉറക്കം ലഭിക്കാൻ മദ്യം ഉപയോഗിക്കരുത്. ഉറക്കം വരാത്ത അവസ്ഥയിൽ കട്ടിലിൽ കിടന്ന് പുസ്തകം വായിക്കുകയോ TV കാണുകയോ പുകവലിക്കുകയോ ചെയ്യരുത്. ഉറക്കം വരാതെ കിടക്കുമ്പോൾ ക്ലോക്കിൽ സമയം നോക്കിക്കൊണ്ടിരിക്കരുത്. മനസ്സിനെ അലട്ടുന്ന വിഷയങ്ങൾ ഒരു കടലാസിൽ എഴുതി വെച്ച് കിടന്നുറങ്ങുക. അടുത്ത ദിവസം രാവിലെ അത് പരിഹരിക്കാൻ ശ്രമിക്കുക. ഉറങ്ങുന്നതിന് തൊട്ടു മുൻപ് ധാരാളം ഭക്ഷണം കഴിക്കരുത്. ദിവസവും വ്യായാമം ചെയ്യുക. വൈകുന്നേരം ഉറക്കത്തിന് തൊട്ടു മുൻപ് വ്യായാമം ഒഴിവാക്കുക. പകൽ നേരത്ത് ഉറങ്ങുന്നത് ഒഴിവാക്കുക. ഉച്ച ഉറക്കം നിർബന്ധമുള്ളവർ അത് 30 മുതൽ 45 മിനിറ്റ് കഴിയാതെ നോക്കുക. ഉറക്കത്തിന് തൊട്ടു മുൻപ് TV, ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ എന്നിവയുടെ ഉപയോഗം ഒഴിവാക്കുക. കൊതുക് ശല്യമുണ്ടെങ്കിൽ കൊതുക് വലയോ മറ്റു മാർഗങ്ങളോ ഉപയോഗിക്കുക. ഈ നിർദ്ദേശങ്ങൾ പാലിച്ചിട്ടും ഉറക്കക്കുറവ് അനുഭവിക്കുന്നവർ ഒരു ഡോക്ടറെ കണ്ട് ചികിത്സ തേടേണ്ടതാണ്. നല്ല ഉറക്കം കിട്ടിയില്ലെങ്കിൽ പിറ്റേ ദിവസം സാധാരണ മനുഷ്യന് അമിത വിശപ്പ് തോന്നും. ഇത് ഇടയ്ക്കിടെ ഭക്ഷണം കഴിക്കാൻ തോന്നിക്കും. ഉറക്കമില്ലായ്മ ചർമ്മത്തെ ദോഷകരമായി ബാധിക്കും. ചുളിവുകളും മുഖത്ത് വരകളും വീഴും. ഒപ്പം ഡാർക്ക് സർക്കിൾസ് കൂടും. നല്ല ഉറക്കം കിട്ടിയില്ലെങ്കിൽ തലച്ചോറിന്റെ പ്രവർത്തനത്തെയും അത് ഗുരുതരമായി ബാധിക്കും. നന്നായി തലച്ചോർ പ്രവർത്തിക്കില്ലെന്ന് മാത്രമല്ല, ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സാധിക്കില്ല. ഉറക്കമില്ലായ്മ ഡിപ്രഷന് കാരണമാകുന്നുവെന്ന് അമേരിക്കയിൽ നടത്തിയ പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. ഡിപ്രഷന്റെ ആദ്യ ലക്ഷണം ഇൻസോമിയാണെന്നും കണ്ടെത്തിയിരിക്കുന്നു. 6 മണിക്കൂറിൽ താഴെ ഉറങ്ങുന്നവർക്ക് തീരാവ്യാധികൾ പിടിപെടാനുള്ള സാധ്യത വലുതാണ്. ഇത് ഉയർന്ന രക്തസമ്മർദ്ദത്തിലേക്കും ഹൃദയാഘാതത്തിലേക്കും വരെ നയിക്കാം. ഉറക്കം കുറയും തോറും അത് പ്രതിരോധ ശേഷിയെ ബാധിക്കും. ഇങ്ങനെ നിരവധി പ്രശ്നങ്ങളാണ് ആവശ്യത്തിന് ഉറക്കം ഇല്ലാതായാൽ പിടിപെടുന്നത്. ഉറക്കക്കുറവ് ശരീരത്തിന്റെ ആരോഗ്യത്തെ മാത്രമല്ല, മാനസിക ആരോഗ്യത്തെയും ദോഷകരമായി ബാധിക്കുന്നുവെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഉറക്കം കുറഞ്ഞവർക്ക് എളുപ്പത്തിൽ ദേഷ്യം പിടിക്കുമെന്നും അതിവൈകാരികമായി പെരുമാറുന്നവരാണെന്നും വിവിധ പഠനങ്ങളിലൂടെ കണ്ടെത്തിയിട്ടുണ്ട്. ഉറക്കമില്ലാത്തവർക്ക് ഉത്കണ്ഠയും വിഷാദവും മറ്റും അധികരിക്കുമെന്നും തെളിഞ്ഞിട്ടുണ്ട്. ഉറക്കം നഷ്ടപ്പെടുന്നതിലൂടെ ഏകാഗ്രത കുറവ്, ഓർമ്മ പ്രവർത്തനത്തിൽ മാന്ദ്യം, മെല്ലെയുള്ള പ്രതികരണം തുടങ്ങിയവയ്ക്കും വഴിവെക്കുമെന്നും ഉറക്കം കുറഞ്ഞാൽ ആദ്യം നമ്മുടെ വേഗവും പിന്നീട് കൃത്യതയും നഷ്ടപ്പെടുമെന്നാണ് പറയുന്നത്.